ഹരിതയുടെ കല്യാണം കഴിയുന്നു. അവളുടെ ഭർത്താവിന്റെ പേര് ലോകേഷ്. ലോകേഷും അവന്റെ അമ്മയ്ക്കും സംശയരോഗമാണ്. എപ്പോഴും ഹരിതയെ സംശയമായിരുന്നു. ഒരു ദിവസം ഹരിത സാധനങ്ങൾ വാങ്ങാനായി മാർക്കറ്റിൽ പോയി കുറെ നേരം കഴിഞ്ഞ് സാധനങ്ങൾ വാങ്ങി വന്നപ്പോൾ അവളുടെ അമ്മായിയമ്മ ലോകേഷിനോട് ഇങ്ങനെ പറയുന്നു: ഇത്ര നേരം അവൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കി. ഒന്നും ചോദിക്കാതിരുന്നാൽ വഴിതെറ്റി പോകും. ഒരു ദിവസം നമ്മുടെ കുടുംബത്തിനത് മോശപ്പേരാകും. ഡീ, നീ ഇത്ര നേരം എവിടെയായിരുന്നു? ആരോടൊപ്പമായിരുന്നു? നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഞാൻ സാധനങ്ങൾ വാങ്ങാൻ പോയതല്ലേ. സാധനങ്ങൾ വാങ്ങാൻ ഇത്രയും നേരം എടുക്കുമോ? സത്യം പറഞ്ഞോ? ഇങ്ങനെ പറഞ്ഞ് ഹരിതയെ അടിക്കുന്നു. ഹരിത കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു: ഞാൻ സത്യമാണ് പറയുന്നത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ എത്ര പറഞ്ഞിട്ടും അവൻ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ഹരിതയുടെ സഹോദരി നീലിമ വീട്ടിലേക്ക് വരുന്നു. നീലിമ ഹരിതയോട് ഇങ്ങനെ പറയുന്നു: ചേച്ചി കല്യാണം കഴിഞ്ഞത് പിന്നെ വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ. എന്നുവെച്ചാൽ ഞങ്ങളെയൊക്കെ മറന്നുപോയോ ചേച്ചി? ചേച്ചി വന്നപ്പോൾ തൊട്ട് ഞാൻ സംസാരിക്കുകയാണ്. നീ എന്തോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇങ്ങനെ പറഞ്ഞ് നീലിമ ഹരിതയുടെ തോളത്ത് കൈവയ്ക്കുന്നു. അപ്പോൾ അവൾ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നു: അയ്യോ നീലിമ! ഇങ്ങനെ ഉച്ചത്തിൽ അലറുന്നു. അപ്പോൾ നീലിമ ഇങ്ങനെ ചോദിക്കുന്നു: എന്തുപറ്റി ചേച്ചി? എന്തിനാ അലറുന്നത്? അവിടെ എന്താണ്? ഇങ്ങനെ പറഞ്ഞ് നീലിമ ഹരിതയുടെ പുറം നോക്കുന്നു. അടിച്ചതിന്റെ പാടുകൾ അവൾ കാണുന്നു. നീലിമ അത് കണ്ട് ഞെട്ടുന്നു. ഇതെങ്ങനെയുണ്ടായതാണ്? സത്യം പറ. ഇങ്ങനെ നീലിമ ചോദിച്ചപ്പോൾ ഹരിത ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ചേച്ചി ഒന്നും പറഞ്ഞില്ല എന്നുവെച്ച് ഞാൻ ചോദിക്കാതെ ഇരിക്കുകയില്ല. സത്യം പറയൂ, എന്താ പറ്റിയേ? നീലിമ, ഈ വീട്ടിൽ എനിക്ക് ഒരു അവകാശവുമില്ല. ഭർത്താവും അമ്മായിയമ്മയും എന്നെ സംശയിക്കുകയാണ്. ഞാൻ എത്ര സന്തോഷത്തിലാണെന്നോ പോയത്. നോക്കൂ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് പെട്ടെന്ന് പറ, എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾ അച്ഛനാകാൻ പോവുകയാണ്. അത് കേട്ടിട്ട് എന്താണ് പറഞ്ഞതെന്നറിയോ? എന്താന്ന്? ഒന്നുകൂടെ പറഞ്ഞേ. ചേച്ചേ, ശുഭമല്ല, ഒട്ടും ശുഭമല്ല. ഇതുപോലുള്ള വൃത്തികേട് പറയരുത് കേട്ടോ. നിങ്ങൾ അച്ഛനാവാൻ പോവുകയാണ് എന്ന്. പിന്നല്ലാതെ വേറെ ആരുടെയെങ്കിലുമൊക്കെ കുഞ്ഞിനെ ഞാനെന്തിനാ അച്ഛനാവുന്നത്? അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നിങ്ങൾ എന്താണ് പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അമ്മായിയമ്മ അങ്ങോട്ടേക്ക് വരുന്നു. ഞാനെല്ലാം കേട്ടു. ഇപ്പൊ തന്നെ കൊണ്ടുപോയി അവളുടെ കുട്ടിയെ എടുത്ത് കളഞ്ഞേക്കി. എന്തൊക്കെ സഹിക്കണം. അത് കേട്ട് എനിക്ക് ദേഷ്യം വന്നു. അമ്മായിയമ്മ, നിങ്ങൾ മിണ്ടാണ്ടിരുന്നോ? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എൻ്റെ അമ്മയോട് തറുതല പറയുന്നു. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കൂടെ എന്നെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി. ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും എന്നോട് ഭയങ്കര മോശമായി പെരുമാറി. ചേച്ചി, ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തുണ്ടായിട്ടാണ് അവർ നിന്നെ ഇങ്ങനെ സംശയിക്കുന്നത്? എനിക്കും അറിയില്ല. ഇവിടെ ജയിലിൽ കഴിയുന്ന പോലെയാണ് ഞാൻ കഴിയുന്നത്. ഞാനൊന്നും പറയാനും പാടില്ല. ജീവിക്കാനും പറ്റുന്നില്ല. മരിക്കാനും പറ്റുന്നില്ല. കുറെ വേദന സഹിക്കുന്നുണ്ട് ഞാൻ. ഇത് ഭയങ്കര ക്രൂരമാണ്. ഞാൻ ഇപ്പോൾ തന്നെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോവുക. അങ്ങനെ ചെയ്യല്ലേ നീലിമ. എന്റെ ജീവിതം തന്നെയാ അതിൽ നശിച്ചു പോവുക. എനിക്കറിയില്ല ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. ഇങ്ങനെ പറഞ്ഞ് അവൾ അകത്തേക്ക് പോകുന്നു. അകത്ത് അവളുടെ അളിയൻ ഉറങ്ങുകയായിരുന്നു. അളിയ, എഴുന്നേൽക്കളിയ, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണം. ഇങ്ങനെ ഉറക്കെ പറഞ്ഞപ്പോൾ ലോകേഷ് എഴുന്നേൽക്കുന്നു. ആ നീലിമ, നീ എപ്പോ വന്നു? സുഖമല്ലേ നിനക്ക്? എന്താ കാര്യം? ആദ്യം നിങ്ങൾ അവിടെ നിന്ന് പുറത്തേക്കൊന്ന് വാ. എന്താ കാര്യം നേരെ ചൊവ്വേ പറ. ഇങ്ങനെ വളച്ചു കെട്ടുന്നത് എന്തിനാ? നിങ്ങളുടെ കയ്യിൽ എന്റെ ചേച്ചിയെ തന്നത് നന്നായി നോക്കാനാണ്, അല്ലാതെ കരയിപ്പിക്കാനല്ല. നിങ്ങൾ എന്തിനാണ് ചേച്ചിയെ സംശയിക്കുന്നത്? ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ നന്നായാണ് വളർത്തിയത്. പക്ഷെ അവൾക്ക് ഈ ഗതി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതെന്റെ അച്ഛൻ അറിഞ്ഞാൽ അവർ തകർന്നു പോകും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ പറഞ്ഞ് കരയുന്നു. അവനൊന്നും പറയാതെ മിണ്ടാതെ നിൽക്കുന്നു.
പറയളിയ, നിങ്ങളുടെ അമ്മ കുട്ടിയെ കളയാൻ നോക്കുകയാണ്. ചേച്ചി നല്ല സൽസ്വഭാവിയാണ്. കല്യാണം കഴിഞ്ഞിട്ടും അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കുറച്ച് മനുഷ്യത്വം കാണിച്ചുകൂടെ? അപ്പോൾ അമ്മായിയമ്മ പുറത്തേക്ക് വരുന്നു. ഞങ്ങൾക്കറിയാം നിന്റെ ചേച്ചി എങ്ങനെയുള്ള ആളാണെന്ന്. ഇവിടെ നിന്ന് അധികം പറയണ്ട. ഞാൻ എന്തു പറയാനാ? അവൾ അങ്ങനെയാണെന്നറിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് വിഷമമായി. നിങ്ങൾ എന്താണ് പറയുന്നത്? ഞാൻ എന്തിനാണ് പറയുന്നത്? പോയി നിന്റെ ചേച്ചിയോട് ചോദിക്കേ. ചേച്ചി, ഇങ്ങോട്ടേക്കൊന്ന് വന്നേ. നീലിമ വിളിച്ചപ്പോൾ ഹരിത അവിടേക്ക് വരുന്നു. പറയൂ നീലിമ. ചേച്ചി, ഇവർ പറയുന്നതിന് മറുപടി കൊടുക്കണം. ഇത് നീ തന്നെ പറ. ഞാൻ എന്താ പറയണ്ടേ? അല്ലെങ്കിൽ തന്നെ ഇവർ എന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഇതൊക്കെ നീ കാരണമാണ് ഉണ്ടായത്. എൻ്റെ ഫ്രണ്ട് പവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് മുന്നേ നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. മതി, നിർത്ത്. ഇതിനൊക്കെ പിന്നിൽ അപ്പോ അവനാണ്. ആ പവൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല. എനിക്കറിയാം, ചേച്ചി നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കാനാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ശരിയാക്കാം. പക്ഷേ കല്യാണത്തിന് മുന്നേ ഒരു കാര്യമുണ്ടായിട്ടുണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമാകുമെന്ന് കരുതിയാണ് ഞാൻ പറയാത്തത്. ആദ്യം ഇതൊന്ന് കേൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കൊള്ളും. 1 വർഷം മുന്നേ മുഹമ്മദ് എന്ന ആളുമായി ഞാൻ ഇഷ്ടത്തിലായിരുന്നു. അവനും എന്നെ ഇഷ്ടമായിരുന്നു. ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തൊട്ടിട്ട് പോലുമില്ല. എപ്പോഴും ഫോണിലാണ് സംസാരിച്ചിരുന്നത്. ഒരിക്കൽ പോലും പുറത്ത് കറങ്ങാൻ പോയിട്ടില്ല. രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടെ കല്യാണം കഴിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. 2 വീട്ടുകാരും ശരിയെന്ന് പറഞ്ഞ് ഞങ്ങളുടെ നിശ്ചയവും കഴിഞ്ഞിരുന്നു. അതിനുശേഷം മുഹമ്മദ് എന്നെ വിളിച്ചു. ഹരിത, ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ നിശ്ചയം കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് പുറത്തേക്ക് കറങ്ങാൻ പോവാം. കുറേ കാലമായി വിചാരിക്കുന്നു നിന്നോടൊപ്പം ഒരു ചായ കുടിക്കാൻ പോണെന്ന്. പോയാലോ? പിന്നെന്താ, പോവാലോ. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് ഇന്ന് തന്നെ വരാം. ശരി, ഞാനും വീട്ടിൽ പറഞ്ഞിട്ട് വരാം. അതിനുശേഷം ഞങ്ങൾ 2 പേരും കൂടി പുറത്തേക്ക് പോയി ഒരു ചായയൊക്കെ കുടിച്ച് ഭാവി കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. പക്ഷെ ഈശ്വരന് ഞങ്ങളുടെ ഈ സ്നേഹം ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. മുഹമ്മദ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു ആക്സിഡന്റായി എന്റെ കൺമുന്നിൽ വെച്ച് ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾ മരിച്ചുപോയി. മുഹമ്മദ്, എഴുന്നേൽക്ക് മുഹമ്മദ് എന്ന് പറഞ്ഞ് കുറേ നോക്കി. അങ്ങനെ ചെയ്യാനല്ലാണ്ട് എന്റെ കയ്യിൽ വേറെ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഇത് മാത്രമാണ് ഞാൻ നിങ്ങളിൽ നിന്നും മറച്ചുവെച്ചത്. ഇതല്ലാതെ ഞാൻ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ പവൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല. അത് കേട്ട് നീലിമ ഇങ്ങനെ പറയുന്നു. ചേച്ചി, ഞാൻ പറയാം അവൻ ആരാണെന്ന്. പവൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ കുറെ നടന്നു. പക്ഷെ എനിക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നു. എനിക്കറിയായിരുന്നു അവൻ നല്ല മനുഷ്യനല്ല എന്ന്. ഈ പ്രേമം എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. അവൻ നിങ്ങളെ 2 പേരെയും കോഫി ഷോപ്പിൽ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. നിനക്ക് ഈ പ്രേമമൊന്നും ഇഷ്ടമല്ല, പക്ഷെ നിന്റെ ചേച്ചി ഒരുത്തൻ്റെ കൂടെ പുറത്ത് കറങ്ങി നടക്കുന്നുണ്ടല്ലോ. അതെന്റെ അളിയനാവാൻ പോകുന്ന ആളാണ്. അവരുടെ നിശ്ചയം കഴിഞ്ഞു. നിങ്ങളിത് പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്താൻ നോക്കണ്ട. എത്ര പറഞ്ഞാലും നിങ്ങളെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. എന്നെ കോൾ ചെയ്യാതെ ഇരിക്കില്ല അല്ലേ? നിനക്ക് ആരാണ് എന്റെ നമ്പർ തന്നതെന്ന് ഞാൻ നോക്കട്ടെ. ഇനി എന്നെ വിളിച്ചാൽ ഞാൻ പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യും. ഓ, അപ്പം നീ പോലീസിൻ്റെ അടുത്തേക്ക് പോകും. നിന്നെയും നിന്റെ ചേച്ചിയുടെയും ജീവിതം നശിപ്പിക്കാൻ എനിക്കൊരവസരം കിട്ടും. നോക്കിക്കോ, ഞാൻ വിടില്ല. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ പോയി ചെയ് എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. ഇതിനു ശേഷമാണ് ചേച്ചിയുടെ കല്യാണം നടന്നത്. അതു കാരണമാണ് പവൻ എന്റെ ചേച്ചിയെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയത്. നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാൻ നിങ്ങളാണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്തു. ഇങ്ങനെ നീലിമ എല്ലാ കാര്യങ്ങളും പറയുന്നു. അപ്പോൾ ലോകേഷിനും അമ്മായിയമ്മയ്ക്കും അത് കേട്ട് വിഷമമാകുന്നു. അപ്പോൾ നീലിമ ഇങ്ങനെ പറയുന്നു. അളിയ, ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോ. ഈ കാലത്ത് എല്ലാവർക്കും അവരവരുടേതായ ഒരു കഥയുണ്ടാകും. പ്രേമത്തിലാകുന്ന എല്ലാ പെൺപിള്ളേരും മോശമാവണമെന്നില്ല. ഏതൊരു പെണ്ണിനും അവരിഷ്ടപ്പെടുന്ന ചെക്കൻ്റെ കൂടെ സന്തോഷമായി ജീവിക്കാനാണ് ഇഷ്ടം. പക്ഷേ പല കാരണങ്ങളാൽ അത് പലപ്പോഴും സംഭവിക്കണമെന്നില്ല. എന്ന് വെച്ച് ആ പെൺകുട്ടി മോശക്കാരിയല്ല. പ്രേമം കാരണം തെറ്റ് ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ശരിക്കും പ്രേമിക്കുന്നവർ തെറ്റ് ചെയ്യില്ല. അവർ കുട്ടികളെപ്പോലെ നിഷ്കളങ്കരാവും. ഇപ്പോഴെങ്കിലും നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഇനിയെങ്കിലും എന്റെ ചേച്ചിയെ വിഷമിപ്പിക്കരുത്. ഇങ്ങനെ നീലിമ പറഞ്ഞപ്പോൾ രണ്ടുപേരും അത് കേട്ട് വിഷമിക്കുന്നു. എന്നോട് ക്ഷമിക്കുക ഹരിത. ഞാൻ ആ പവൻ്റെ വാക്ക് കേട്ട് നിന്നെ സംശയിച്ചു. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല. എന്നെ വിശ്വസിക്കൂ. അതിനുശേഷം അമ്മായിയമ്മയും ഭർത്താവും നന്നായി തന്നെ അവളെ നോക്കുന്നു. അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു.